എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോ കാഡിൻ്റെ, അതായത് ഒരു ഡ്രോയിങ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഭൂമിയോ കെട്ടിടമോ ഒക്കെ അളന്ന് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ കഴിയുന്ന, ഇത് മൊബൈൽ ആപ്പല്ല, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ കഴിയുന്നതും, ഒരു ഭൂമി അളന്നിട്ട് ആവശ്യമെങ്കിൽ സബ്ഡിവിഷൻ ചെയ്യാനോ, ഒരു ഭൂമി അളന്നതിന് ശേഷം തുല്യമായി ഇത്ര ഭാഗങ്ങളാക്കി മാറ്റുന്നതിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ yegeshb.de എന്ന വെബ്സൈറ്റ് എടുക്കുക. ഗൂഗിളിൽ യഗേഷ് ബി എന്നടിച്ചു കൊടുത്താൽ, ടൈപ്പ് ചെയ്താൽ ഈ വെബ്സൈറ്റ് വരുന്നതാണ്. വെബ്സൈറ്റ് എടുക്കുക. ആ വെബ്സൈറ്റിനകത്ത് ടൂൾസ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ആ ടൂൾസ് മെനുവിലേക്ക് പോവുക. ഈ ടൂൾസ് മെനുവിൽ കഴിഞ്ഞ ദിവസം VOM ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന ഭാഗത്ത് ലാൻഡ് സ്കെച്ച് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൊക്കേഷൻ മാപ്പ് വരയ്ക്കുന്നതിനും സർവേ നമ്പർ കണ്ടുപിടിക്കുന്നതിനും പിന്നെ സക്സഷൻ കണ്ടുപിടിക്കുന്നതിനും KBT വരയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ KBT വരയ്ക്കുന്നതൊക്കെ ഇനി തൊട്ട് ലാൻഡ് സ്കെച്ച് ഡ്രോയിങ് എന്ന് പറയുന്ന ടൂളിൽ വരയ്ക്കാം. വളരെ സിമ്പിളാണ്. പ്ലോട്ടുകൾ വരയ്ക്കാനോ അത് സബ്ഡിവൈഡ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ കാഡിൻ്റെ പോലുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പണം നൽകേണ്ടതില്ല. ഇത് വെബ് ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോഡ് കൂടുതലായാൽ ഇത് സ്ലോ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കാര്യം, അതുകൊണ്ടാണ് HTML ചെയ്തിരിക്കുന്നത്. കൂടുതൽ നിങ്ങളുടെ ബ്രൗസറിലാണ് ഇതിൻ്റെ വരപ്പും കാര്യങ്ങളും നടക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടബിൾ ആപ്ലിക്കേഷനും കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു EXE ആപ്ലിക്കേഷൻ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തിരക്ക് വല്ലതും കൂടുതലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ലൈൻ എന്ന് പറയുന്നത്, സെലക്ട് ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും സബ്ഡിവിഷൻ ചെയ്യാനും സ്നാപ്പ് പ്രോപ്പർട്ടീസ് എന്നിങ്ങനെ ഉണ്ട്. വലത് സൈഡിൽ ലെയർ, ഹിസ്റ്ററി, സെലക്ഷൻ, അൺഡു, റീഡു, ഡിലീറ്റ്, മീറ്റർ, ഫീറ്റ്, 2 മെഷർമെൻറ്റ് ടൈപ്പ്, ന്യൂ, ഓപ്പൺ, സേവ്, എക്സ്പോർട്ട് PNG, എക്സ്പോർട്ട് SVG, എക്സ്പോർട്ട് PDF, സൂം ഫിറ്റ്, ഗൈഡ് ആൻഡ് ഹെൽപ്പ്. ഈ ടൂളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ടൂള് കാണാൻ കഴിയുന്നതാണ്. ആ ഹെൽപ്പ് ഫയൽ കാണാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ ഇങ്ങനെ മൈനസ് പ്ലസ് കൊടുത്ത് വലുതാക്കിയും ചെറുതാക്കി കാണാം. ഇത് പ്രിൻ്റ് എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. പ്രിൻ്റ് എടുത്ത് വച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനകത്ത് ഷോർട്ട് കട്ട് കീകളുടെ വിവരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ഒരു ടൂളാണിത്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇത് ധാരാളമാണ്. ഓട്ടോ കാഡിൻ്റെ ഒരു പെർഫെക്ഷനോ ക്വാളിറ്റിയോ ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഓട്ടോ കാഡിൻ്റെ കോപ്പി അല്ലത്. വളരെ സിമ്പിളായി ചെയ്തിരിക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ, വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ കെട്ടിടത്തിൻ്റെ പ്ലാനും വരയ്ക്കാം, ഭൂമിയുടെ പ്ലാനും വരയ്ക്കാം. ഇനി ഇതിൽ ഓരോ ടൂളുകൾ പരിചയപ്പെടാം. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റോളം എടുക്കും ഈ വീഡിയോ തീരാൻ. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണ് ഇതിൽ ഇരിക്കേണ്ടത്. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൂൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈൻ എന്ന് പറയുന്ന ടൂളാണ് ആദ്യം ഉള്ളത്. നമുക്കിപ്പോൾ ഇതൊരു ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാൻവാസാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചെറുതല്ല. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റം വരെ വരുന്നതിന് 1316 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ക്യാൻവാസാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണമെങ്കിൽ സൂം ഇൻ ചെയ്ത്, ഇത് സൂം ഇന്നും സൂം ഔട്ടുമാണ്, നമുക്ക് മൗസ് ഉപയോഗിച്ച് മൗസിൻ്റെ വീല്, സെൻറ്റർ വീല് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാം, ഉപയോഗിച്ച് സൂമിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സൂമിൻ ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്തിൽ വരയ്ക്കാൻ പറ്റും. ഇത് ഞാൻ ഇൻഫിനിറ്റ് ആയിട്ട് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുകയൊന്നും വേണ്ട. പിന്നെ ഇതിനെ നമ്മൾ ഓർത്തോ ആക്കാൻ പറ്റും. ഈ ഓട്ടോ കാഡ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഓർത്തോയും സ്നാപ്പും ഒക്കെ. അപ്പോൾ ഈ ഓർത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 90 ഡിഗ്രി 45 ഡിഗ്രിയിൽ മാത്രം ചലിക്കുന്ന വരകളാണ്. അതിനിവിടെ F2 എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ മതി.
പിന്നീട് നമുക്കിങ്ങനെ അതിങ്ങനെ ഓടി ഓടി പോവില്ല, കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കും, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതായത് ആംഗിൾ 0. അതിൽ നമുക്കൊരു 30 എന്ന് ടൈപ്പ് ചെയ്താൽ ആ 30 ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ വരും. എൻ്റർ കീ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് 30 മീറ്റർ ഉള്ള ഒരു വരയായിരിക്കും അവിടെ കിട്ടുക. വീണ്ടും ഇതിനെ ഇങ്ങനെ സൂം ഇൻ ചെയ്ത് വലുതാക്കി കാണാം. അപ്പോൾ ഈ 30 മീറ്റർ ഉള്ള വര, അടുത്ത ലൈൻ എടുക്കാം. വീണ്ടും ഓർത്തോ ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഓർത്തോ ഓണാണ്, ഓർത്തോ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അവിടെ ഞാനൊരു 16 കൊടുത്തു. അപ്പോൾ അടുത്ത ഒരു ഇത് കിട്ടി. വീണ്ടും ലൈൻ എടുത്തു. നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇവിടെ ആ പോയിന്റിലേക്ക്, അതായത് സ്നാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പോയിന്റിലേക്ക് നമ്മളിവിടെ പോകും. ഇവിടെയാണ് ഈ താഴെ സ്നാപ്പ് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്നാപ്പ് ചെയ്തിരിക്കുന്നത് പോകും. അവിടെ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആ വരയിൽ തന്നെ വരും. ഇനി ഇവിടെ കൊണ്ടുവച്ച് നിർത്തണം. നമുക്കൊരു 12 ആണ്. ഇപ്പോൾ 12 എൻ്റർ അടിക്കുക. വീണ്ടും ലൈൻ എടുക്കുന്നു. കണ്ടോ, ഇത് നമുക്ക് ഇതിൽ മുട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ മുട്ടിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും സ്നാപ്പ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടി F2 അടിച്ചാൽ മതി. കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കാൻ പറ്റും. ഇങ്ങനൊന്നും അല്ല പ്ലോട്ട് വരയ്ക്കുന്നത്. പ്ലോട്ട് ആക്ച്വലി വരയ്ക്കുന്നത് നമ്മൾ ഒരു ബേസ് ലൈൻ ഇട്ടിട്ട് സർക്കിൾ വെച്ച് സർക്കിളിൻ്റെ പോയിന്റുകൾ കണക്ട് ചെയ്താണ്. ജസ്റ്റ് ഞാനിത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ മെഷർമെൻറ്റ്, ഈ പോയിന്റ് കൂടി ചേരുന്ന സമയത്ത് ഇതിൻ്റെ മെഷർമെൻറ്റ് വരും. അതായത് ആകെ ഉള്ള വിസ്തീർണം ഇവിടെ ഏരിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട്, ഏരിയയാണ് വരുന്നത്. അത് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈനുകളെല്ലാം പോളി ലൈനാക്കി മാറ്റണം. അതിന് സെലക്ട് ടൂൾ എടുത്തിട്ട് നമ്മൾ ഒരു ലൈൻ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാ ലൈനും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൂളിനകത്ത് വന്നിട്ട് ജോയിൻറ്റ് ലൈൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് മെഷർമെൻറ്റ് കിട്ടും. അതായത് 5.9 സെൻറ്റാണ്, 0.0238 ഹെക്ടർ ആണ് ഈ ഏരിയ. ഇതിൽ ഈ മൂവ് ലേവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതെടുത്തിട്ട് എനിക്ക് ഈ പ്ലോട്ട് സെലക്ട് ചെയ്ത് എനിക്ക് ഈ ലേബലിനെ ഇങ്ങനെ സെൻട്രലോട്ടൊക്കെ മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പോളിഗണാണ്. അതായത് നമ്മൾ എപ്പോൾ സെലക്ട് ചെയ്താലും ഇതെല്ലാം മൊത്തത്തിൽ അങ്ങ് സെലക്ട് ആകും. ഇതിനെ സ്പ്ലിറ്റ് ലൈൻ കൊടുത്താൽ വീണ്ടും പഴയതുപോലെ എല്ലാം സിംഗിൾ ലൈനുകളായി മാറും. അപ്പോൾ ഇതാണ് സ്പ്ലിറ്റും ജോയിൻറ്റും. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ വീണ്ടും അൺഡു കൊടുത്താൽ ഇത് വീണ്ടും ഒന്നായി ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആവും. ഇവിടെ ഡിലീറ്റ് ബട്ടനും ഉണ്ട്, അൺഡു ഉണ്ട്, റീഡും ഉണ്ട്. നമ്മൾ ചെയ്തതൊക്കെ തിരിച്ചു കൊണ്ടുവരിക. പിന്നെ നമുക്കിതിനെ സേവ് ചെയ്യാം. ആ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഓപ്പൺ ചെയ്യാം. നമ്മുടെ വർക്കുകളൊക്കെ സേവ് ചെയ്തിട്ടേക്കാൻ പറ്റും. PNGയിലോട്ട് കൺവേർട്ട് ചെയ്യാം, SVGയിലോട്ട് കൺവേർട്ട് ചെയ്യാം, PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സൂം ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വര വരച്ചു, ഇതാണ് വര. സൂം ഫിറ്റ് കൊടുത്താൽ കറക്റ്റ് സ്ക്രീനിൽ, അതായത് ആ ക്യാൻവാസിൽ മൊത്തം ഫിറ്റായിട്ട് ആ വര വലുതായിട്ട് കാണിക്കും. ഇതാണ് സൂം ഫിറ്റ്. അപ്പോൾ വീണ്ടും ഞാൻ പഴയ രീതിയിലോട്ട് ക്യാൻവാസിനെ കൊണ്ടുപോയി ഞാൻ എന്നിട്ട് പോളി ലൈൻ എടുത്തു, ഒരു ഷേപ്പ് അങ്ങ് വരച്ചു. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഏരിയയും കാണിക്കും. കണ്ടോ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി അങ്ങ് ഡിസ്കണക്റ്റ് ആവും. ആ റൈറ്റ് ക്ലിക്കാണ്, അതായത് നമ്മളൊരു പോളിഗൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ആ ലൈനും കൂടി വരുന്നത് കാണാം. പക്ഷേ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പോവുകയും ഇവിടെ മെഷർമെൻറ്റ് കൃത്യമാവുകയും ചെയ്യും. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇതിനെ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ലൈവ് സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കണം എന്നുള്ളതുകൊണ്ടാണ്. പിന്നീട് ഇതിനകത്ത് ഹെൽപ്ഫുള്ളായിട്ട് ഇവിടെ ഗൈഡുണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ലൈവ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഈ ടൂളെടുത്ത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അടുത്ത പോയിന്റ് കണ്ടോ, ആ രണ്ടാമത്തെ പോയിന്റ് എവിടെയാണോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്, ആ ക്ലിക്ക് ചെയ്ത സ്ഥലം മുതൽ എനിക്ക് ഏത് പോയിന്റ് വരെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ട് പ്ലോട്ടായി മാറി. അതുപോലെ തന്നെ എനിക്കിതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ സെലക്ഷനാണ് ലൈവ് സ്പ്ലിറ്റ്. കണ്ടോ, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കണ്ടോ, ഇതിൻ്റെ നേരെ വെച്ചിട്ട് ഈ പ്ലോട്ട് മുറിഞ്ഞു.
വീണ്ടും ലൈവ് സ്പ്ലിറ്റ് എടുക്കുക. ഇത് സെലക്ഷനാണ് പ്രധാനം. കണ്ടോ, ഇങ്ങനെ മുറിച്ച് ചെയ്യാൻ പറ്റും ലൈവ് സ്പ്ലിറ്റ്. അവിടെ ആ പോയിന്റ് കറക്റ്റായിട്ട് ജോയിൻ്റ് ആവാത്തത് കൊണ്ടാണ്. കണ്ടോ, അപ്പോൾ ക്ലിയറായി. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ വീണ്ടും അടുത്ത പ്ലോട്ടായി. അപ്പോൾ ഇങ്ങനെ പ്ലോട്ടുകളെ നമുക്ക് മുറിക്കാം. ഇതെന്തിനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലർക്ക് ലൈവ് സ്പ്ലിറ്റ് എടുത്തിരുതാ ഇവിടെ ഇങ്ങനെ അവർ പറയും നമുക്ക് ഇവിടെ ഒരു നിശ്ചിത സ്ഥലം, അതായത് ഇപ്പോൾ 1 ഏക്കർ ഇത്ര സെൻറ്റ്, ഇത്രയും സെൻറ്റ് മാറ്റിയിടണമെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മെഷർമെൻറ്റ് എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും. 1 ഏക്കർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഇത്രയും ഭാഗത്ത് 1 ഏക്കർ അങ്ങ് മുറിഞ്ഞു. ഈ അളവ് കൃത്യമായിരിക്കും. അവിടെ ഫീൽഡിൽ കൃത്യമായി വെച്ചാൽ ആ 1 ഏക്കറാണ് ഇവിടെ ഒരു കോർണറിൽ മുറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇനിയിപ്പോൾ ഇതിവിടെ ലൈവ് സ്പ്ലിറ്റ് പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ഇവിടുന്ന് ഈ പോയിന്റ് എടുത്തു. ഇവിടെ ഉണ്ടോ, ഇവിടെ നമുക്ക് 2 ഏക്കർ, ഇവിടെ ഇപ്പോൾ ഒരു 4 ഏക്കർ 15 സെൻറ്റ്. കണ്ടോ, ഇവിടെ 4 ഏക്കർ 14 സെൻറ്റ് ഇവിടെ മുറിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു നിശ്ചിത അളവിലുള്ള വിസ്തീർണം മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ഞാനിപ്പോൾ എല്ലാം അൺഡു ചെയ്തു, വീണ്ടും പഴയതുപോലെ ആക്കി. പാരലൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതായത് എനിക്ക് ഇവിടെ ഒരു 10 ഏക്കർ സ്ഥലം, ഇവിടെ 10 ഏക്കർ ഇങ്ങോട്ടേക്ക് ഇവിടെ അളക്കണം. അതായത് ഇവിടെ നിന്ന് 10 ഏക്കർ. അപ്പം ഞാൻ പാരലൽ സ്പ്ലിറ്റ് എടുത്തു. ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, വീണ്ടും ഒന്നുകൂടി അവിടെ തന്നെ ക്ലിക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ലൈൻ പോകുന്ന അതേപോലെ തന്നെ 10. അപ്പോൾ അതിന് ഇവിടെ ഞാൻ 10 ഏക്കർ എന്ന് പറയുന്നത്, 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെൻറ്റാണ്. 10 ഏക്കർ എന്ന് പറയുന്നത് 1000. ഇവിടെ സെൻറ്റിലാണ് കൊടുക്കേണ്ടത്. 1000 ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ 10 ഏക്കർ കറക്റ്റായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് വരും. അതിൻ്റെ അളവുകൾ എഴുതും. ഇത്ര ഏരിയയാണ്, ഇത്ര ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ട്. ഇനി അതല്ല 30 ഏക്കറാണെന്ന് വിചാരിക്കുക. 30 ഏക്കർ ആകുമ്പോൾ ഇതും എല്ലാം കണക്കാക്കിയായിരിക്കും അത് ചെയ്യുന്നത്. പാരലൽ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുന്നു, വീണ്ടും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ റെഡ് കളർ ആവും. അവിടെ നമ്മൾ 50 കൊടുക്കും. 50 ഓക്കെ കൊടുത്താൽ, സോറി ഏക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരലൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 50 എന്ന് പറഞ്ഞാൽ 5000 ഓക്കെ. അപ്പോൾ 50 ഏക്കർ ഇവിടെ സ്പ്ലിറ്റായി. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ആകുമ്പോൾ ഒരു കാര്യം ഞാൻ കാണിക്കാനാണ് ഇത് ചെയ്തത്. നമ്മൾ ഒരു മെഷർമെൻ്റ് ഇട്ടിരിക്കുന്നത് എവിടെയെങ്കിലും കട്ടായാൽ ആ മെഷർമെൻറ്റ് കൂടി ഇതിനകത്ത് എഴുതി കാണിക്കും. അതാണ് ഈ ടൂളിൻ്റെ ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത. അതായത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആ ലൈനിൽ അത് കൃത്യമായിട്ട് എഴുതി കാണിക്കും. ഇതാണ് പാരലൽ സ്പ്ലിറ്റ്. ഇനി ഈക്വൽ സ്പ്ലിറ്റ് ഉണ്ട്. ഇതൊരു പ്ലോട്ടാണ്. 96 ഏക്കറുണ്ട്. ഈ 96 ഏക്കറിന് 7 അവകാശികളാണ്. അപ്പോൾ 7 പേർക്കും ഇത് തുല്യമായിട്ട്, അതായത് ഈ പ്ലോട്ടിൻ്റെ ഇതേ ഷേപ്പ് വെച്ച് തുല്യമായിട്ട് വീതിക്കണം. എങ്കിലും എങ്ങനെ ചെയ്യാം? അത് ഓരോന്നും തുല്യമായിട്ട് വീതിക്കുന്നതിന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈനിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ ഈക്വൽ സ്പ്ലിറ്റ് എടുക്കുക. ഞാൻ ഏത് ലൈൻ ബേസ് ചെയ്താണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു, 7 പാർട്ടാക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. 7 തുല്യ ഭാഗങ്ങളായിട്ട് ഇതിനെ വിധിക്കും. 13 ഏക്കർ 76.9 സെൻറ്റ്, ഇവിടെയും 13 ഏക്കർ 76 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 7 പ്ലോട്ടുകളായിട്ട് ഇതിനെ തിരിക്കും. നമുക്കൊരു നിശ്ചിത രൂപത്തിൽ നമുക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ലൈൻ വരച്ചതിന് ശേഷം ആണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ലൈവ് സ്പ്ലിറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനെ തന്നെ നമുക്ക് മുറിക്കണം, ഇതിനെ 2ആയിട്ട് മുറിക്കണം. ലൈവ് സ്പ്ലിറ്റ് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യും ലൈവ് സ്പ്ലിറ്റ്. കണ്ടോ, ഇതിനെ ഒരു 6 ഏക്കറും സംതിങ് നെടുകെ മുറിച്ചു, അത്രയായി. ഇനി ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ മുറിക്കുന്നു. ലൈവ് സ്പ്ലിറ്റ് എടുക്കുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ
ഇവിടെ ഒരു 2 ഏക്കർ സ്ഥലം ഇങ്ങോട്ട് മാറ്റിയിടുക. അങ്ങനെ മുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലൈവ് സ്പ്ലിറ്റ്, ഈക്വൽ സ്പ്ലിറ്റ്, പാരലൽ സ്പ്ലിറ്റ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനം. ഇനി സ്പ്ലിറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലോട്ട് സെലക്ട് ചെയ്തു സ്പ്ലിറ്റ് ലൈൻ കൊടുത്താൽ ഇതെല്ലാം പ്രത്യേകം ലൈനായി മാറി. ഇനി ഇതിനെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ലൈൻ. ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ലൈൻ ചെയ്തത് തിരിച്ചാക്കി ഒന്നാക്കി മാറ്റി. ഇനി പാൻ ടൂള് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ സെൻറ്റർ, മൗസിൻ്റെ സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ ചെയ്യാം. അതല്ലാതെ ഇവിടെ പാൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂളും കൂടി ഉണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ കളറുകൾ, വിഡ്ത്ത് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. കളറുകൾ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. ഫോണ്ട് സൈസ് കൊടുക്കാം. ഫോണ്ടൊക്കെ അതായത് ഇവിടെ ടെക്സ്റ്റൊക്കെ ഇൻസർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആർച്ച് കൊടുക്കാൻ പറ്റും. സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി സർക്കിൾ വരച്ചൊരു പ്ലോട്ട് ചെയ്യുന്നതും കൂടി ഞാൻ പറയാം. ഞാൻ പ്ലോട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു. പ്ലോട്ട് ഡിലീറ്റ് ആയി. ഞാൻ ഒരു പ്ലോട്ട് ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു ബേസ് ലൈൻ വരയ്ക്കുമല്ലോ. ഒരു എന്താ പറയുക, ഒരു 35 മീറ്ററിൽ ഒരു ബേസ് ലൈൻ വരച്ചു. എന്നിട്ട് സൂം ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 35 മീറ്ററിനെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, സർക്കിൾ എടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഒരു സർക്കിൾ വരച്ചു, അതൊരു 15 മീറ്റർ എൻ്റർ അടിക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്നും സർക്കിൾ എടുക്കുന്നു, അതൊരു 25 മീറ്റർ എൻ്റർ അടിച്ചു. അപ്പോൾ ഈ 2 ലൈനുമാണ് യോജിപ്പിക്കേണ്ടത്. ഇതും ഇവിടുത്തെ സർക്കിളിൻ്റെ ലൈൻ, ഇതും ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നമ്മൾ സെൻറ്റർ. ഓക്കെ. എന്നിട്ട് സെലക്ട് കൊടുത്തു. ഈ സർക്കിളും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിളായി. ഇങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വരയ്ക്കുന്നത്. അത് വരയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. സർക്കിൾ എടുക്കുന്നു 12, ഇവിടുന്ന് സർക്കിൾ എടുക്കുന്നു 13, ലൈൻ എടുക്കുന്നു, നമ്മൾ ഇവിടുന്ന് ഇതിലേക്ക് കൊണ്ടുവരുന്നു, ഇതിൽ നിന്ന് ഇവിടെയും കൊണ്ടുവരും. ഒന്ന് കണക്റ്റ് ആവുന്ന പോയിന്റുകളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. സർക്കിളിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ. ഇനി വീണ്ടും അടുത്ത ഒരു സർക്കിൾ കൂടി വരച്ച് നമ്മളിതിനെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു 17, ഇവിടുന്നൊരു 18 ലൈൻ എടുക്കുന്നു, ഇത് വരച്ചു കൊടുക്കുന്നു. ഇത്രയും വരച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ സർക്കിൾ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ആ പോയിന്റ് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ലൈൻ എടുത്തു, ഇതിനെ ചെയ്തു. ഇത്ര ആയപ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പായി. ഈ ഷേപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽപ്പെടുന്ന ഒരു ലൈനും കൂടി ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം, ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം. ഇനി നമ്മൾ സെലക്ട് കൊടുക്കുന്നു. ഈ അതിർത്തിയിലുള്ള 4, അതായത് സൈഡിലുള്ള 4 ലൈനിനെയും സെലക്ട് ചെയ്തതിന് ശേഷം, കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ജോയിൻറ്റ് ലൈൻസ് കൊടുത്താൽ ഈ പ്ലോട്ടിൻ്റെ ഏരിയ ഇവിടെ കിട്ടും. മൂവ് ലേബൽ കൊടുത്തിട്ട് ഈ പ്ലോട്ടിൽ സെലക്ട് ചെയ്തിട്ട് ഈ ലേബലിൽ പിടിച്ച് നമുക്ക് ആവശ്യത്തിന് നീക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് മൂവ്. ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നടുക്കലത്തത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. ഈ നടുക്ക് ഉള്ള ലൈൻ, ആ ലൈനിൻ്റെ കളറൊക്കെ മാറ്റാനൊക്കെ പറ്റും. അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ സൈഡിൽ കൂടി റോഡൊക്കെ ഇടാനായിട്ടൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ റോഡ് ഇതിന് നടുക്കൂടി, ഈ പ്ലോട്ടിന് നടുക്കൂടി ഒരു റോഡ് വേണം. അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കൊടുക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ നടുക്കൂടി ഒരു റോഡ്, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കൊടുക്കുന്നു, ഇതിൻ്റെ സെൻറ്റർ കൊടുക്കുന്നു. കണ്ടോ, റോഡ് എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ 2 മീറ്റർ 3 മീറ്റർ റോഡ് ഓക്കെ കൊടുത്താൽ നടുക്കൂടി ഒരു 3 മീറ്റർ റോഡ് വരും. ഇത്രയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്കിത് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ തന്നെ ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ഇതിനെ ട്രിം ചെയ്ത് കളയാം. പിന്നെ എക്സ്റ്റെൻഡ് ഓപ്ഷനുണ്ട്, അത് ചെയ്ത് നോക്കണം. എക്സ്റ്റെൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ ആ ലൈൻ കറക്റ്റായിട്ട്
എവിടെയാണോ വരേണ്ടത് അവിടെ വന്ന് എൻഡ് ആവും. ഇനി ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്തു, ഒരു പോർഷൻ ഇങ്ങനെ പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രിം എടുത്തതിന് ശേഷം ഈ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ആ ട്രിം അവിടെ വെച്ചാൽ ലൈൻ കട്ടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതിനെ വീണ്ടും നമുക്ക് ഷേപ്പാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പ്ലിറ്റ് ലൈൻസ് കൊടുക്കുക, എന്നിട്ട് ഓരോന്നിനെയും ജോയിൻ ലൈൻസ്, അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ലൈനായി മാറും. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഒന്നാക്കി മാറ്റുകയൊക്കെ ചെയ്യാം. ഇത് കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ടൂള്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇത് എക്സ്പോർട്ട് PDF കൊടുത്തു കഴിഞ്ഞാൽ PDF-ലോട്ട് എക്സ്പോർട്ട് ആവും. ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് എടുക്കാം. കണ്ടോ? അങ്ങനെ PDF-ൽ വളരെ ഭംഗിയായിട്ട് തന്നെ A4 പേജിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പരമാവധി നിങ്ങളുടെ എല്ലാ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കട്ടെ, ഉപയോഗിക്കട്ടെ. വളരെയധികം ഉപകാരം ഉണ്ടാകുന്ന ഒരു ടൂളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.